എറിക്കിൻ്റെ ഓരോ അടിയിലും അവർ പുഴ പിടയ്ക്കുന്ന പോലെ താഴെ കിടന്ന് പിടയ്ക്കുവാണ്. അത്രയ്ക്ക് ശക്തമായാണ് അവൻ്റെ ഓരോ അടിയും. ശരീരം ചോര വരതെ മുഴുവൻ ചതവുകളായിട്ടാണ് അവരുള്ളത്. അവൻ കരി തീരാതെ അവരെ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാലിലും കയ്യിലും നെഞ്ചിലുമെല്ലാം അവൻ്റെ ദേഷ്യം തീർക്കുന്നുണ്ട് എറിക്. എൻ്റെ പൊന്നു സാറേ, അവന്മാർ കണക്ക് എല്ലാം കുറഞ്ഞു വരുന്നു, തട്ടിപ്പോകും. എറിക് സാറിനോട് ഇതൊന്ന് നിർത്താൻ പറ, കണ്ടിട്ട് തന്നെ സഹിക്കുന്നില്ല. സണ്ണി മുന്നിലെ കാഴ്ച കാണാൻ പറ്റാത്തതുവരെ ദയനീയമായി പറഞ്ഞു. കോശി താഴെ കിടക്കുന്നവരെ ഒന്ന് നോക്കി. ഒന്ന് നിലവിളിക്കാൻ പോയിട്ട് വാ തുറക്കാൻ പോലും അവർക്ക് ശക്തിയില്ലെന്ന് തോന്നിയ അയാൾക്ക് അവരിൽ അനക്കം കുറഞ്ഞു വരുന്ന കണ്ട് കോശി എറിക്കിൻ്റെ അടുത്തേക്ക് പോയി പേടിയോടെയാണെങ്കിലും, സാറേ മതി സാറേ, ഇനിയിപ്പോൾ ഇവരെ കൊണ്ടൊരു പ്രയോജനം പോലും ആർക്കും കാണില്ല. ഇനി ചിലപ്പോൾ ഇവർ ചത്തുപോകും സാറേ. അയാൾ പറഞ്ഞു കേട്ടതും എറിക്ക് കയ്യിലിരുന്ന പാര ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പിന്നിന്ന് കണ്ണടച്ചുകൊണ്ട് ദീർഘശ്വാസം എടുത്തു. അവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ദച്ചുവിൻ്റെ അടുത്തിരിക്കുന്നവൾ ശ്വാസം പോലും ഒന്ന് എടുക്കാൻ പറ്റാതെ അവൻ തന്നെ പേടിയോടെ നോക്കിയിരിക്കുന്ന കണ്ടത്. പിന്നെ കോശി ഒന്ന് നോക്കി. ഇതാരാണെന്ന് ചോദിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ നോക്കൂ കോശി. കേസുണ്ടെങ്കിൽ നാളെ ഓഫീസിൽ ഒന്ന് വരാൻ പറ. എറിക്ക് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ദച്ചുവിൻ്റെ അടുത്തേക്ക് പോയി. സാറ് പറഞ്ഞത് കേട്ടില്ലേ, കുട്ടിയുടെ അഡ്രസ്സ് പറ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കാം. കോശി ആ പേടിയോടെ ഇരിക്കുന്ന കുട്ടിയെ അരിവോടെ ഒന്ന് നോക്കി. എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹം നടിച്ച് പറ്റിച്ചു ഇവിടെ കൊണ്ടുവന്ന, താഴ്ന്ന സ്വരത്തിൽ പറയുമ്പോഴും അവൾ കരയുന്നുണ്ടായിരുന്നു. എന്തു വേണമെന്നറിയാതെ കോശിയും സണ്ണിയും പരസ്പരം ഒന്ന് നോക്കി, പിന്നെ എറിക്കിനെയും. പക്ഷെ ആളതൊന്നും ശ്രദ്ധിക്കാതെ കെട്ടിയിട്ടപ്പോൾ ചുവന്നു പോയ ദച്ചുവിൻ്റെ കൈ തിരുമ്മി കൊടുക്കുന്ന തിരക്കിലാണ്. സാർ, കോശി എറിക്കിനെ നോക്കി ബഹുമാനത്തോടെ വിളിച്ചു. എറിക്കിന് തിരിഞ്ഞ അയാളെ നോക്കി. ഈ കുട്ടി ആരുമില്ലെന്നൊക്കെ പറയുന്നു, എന്താ സാറ് ചെയ്യേണ്ടത്? അയാൾ സംശയത്തോടെ ചോദിച്ചു. ഇവൾ ഇന്നലെ വരെ എവിടെ താമസിച്ചതെന്ന് ചോദിക്കൂ കോശി, എന്നിട്ട് അവിടെ കൊണ്ടാക്ക്. എറിക്ക് ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും ആ കുട്ടി പതിയെ എഴുന്നേറ്റു. പക്ഷെ അവൾ കുഴഞ്ഞു വീണ്ടും ആ കസേരയിലിരുന്നു പോയി. കണ്ണുകളിൽ മങ്ങൽ വരുമ്പോൾ 2 ദിവസമായി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് എന്നവൾ ഓർത്തുപോയി. അയ്യോ പാവം, നടക്കാനൊട്ടും വൈകുന്നു തോന്നുന്നു, ഒന്ന് എടുക്കിച്ചാ, അല്ലെങ്കിൽ അത് നടക്കുമ്പോൾ എവിടെയെങ്കിലും വീണു പോകും. ദച്ചു അവളെ നോക്കി അല്പം സഹതാപത്തോടെ പറഞ്ഞു. അത് കേട്ടതും ആ കുട്ടി ഞെട്ടി എറിക്കിനെ എന്ന് നോക്കി. ദച്ചുവിൻ്റെ വാക്ക് കേട്ട് എറിക്ക് അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് ദച്ചുവിനെ കൈകളിൽ തൂക്കിയെടുത്തു. ഉടനെ തന്നെ ദച്ചു എറിക്കിൻ്റെ വയറിലൂടെ കാലിട്ട് ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൈയിട്ട് പിടിച്ചു. എറിക്കിനെ നോക്കിയപ്പോൾ അവൻ്റെ മുഖമെല്ലാം വിയർത്ത് നിൽക്കുന്നുണ്ട്. അതുകണ്ട് ദച്ചു തൻ്റെ ഷോർട്സിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കർച്ചീഫ് എടുത്ത് അവൻ്റെ മുഖത്തെ വിയർപ്പെല്ലാം തുടച്ചു കൊടുത്തു. ആ കുട്ടീനെ ശ്രദ്ധിച്ച് പിടിച്ചുകൊണ്ട് വന്നു കോശി. എറിക്ക് അയാളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. അല്ല സാറേ, അപ്പോൾ ഇവരൊക്കെ? അയാൾ താഴെ ഒരു ഞരക്കത്തോടെ കിടക്കുന്ന ആ 3 പേരെയും നോക്കി സംശയത്തോടെ ചോദിച്ചു. ഇവിടെ തന്നെ കിടന്നോട്ടെ, ചാകുന്നെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് ചത്തോട്ടെ. ആരെങ്കിലും വിവരം അറിയിക്കുമ്പോൾ ബോഡി എടുത്തുകൊണ്ട് പോകാൻ വരാം. എനിക്കത് പറഞ്ഞുകൊണ്ട് ദച്ചുവിനെ ഇങ്ങോട്ട് നടന്നു. പുറകിൽ ആ കുട്ടിയെ നടക്കാൻ സഹായിച്ചുകൊണ്ട് അവരും. പക്ഷെ കുറച്ച് നടന്നപ്പോൾ ആ കുട്ടി കുഴഞ്ഞ് സണ്ണിയുടെ നെഞ്ചിലേക്ക് വീണു. അയ്യോ സാറേ, അവൻ അവളെ താങ്ങി പിടിച്ചുകൊണ്ട് വെപ്രാളത്തോടെ വിളിച്ചു. ആകെ തളർന്നു പോയതുപോലെയുണ്ട് സാറേ. കോശി വല്ലായ്മയോടെ എറിക്കിനെ നോക്കി. എന്തായാലും ഞാൻ ദക്ഷയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ആ കുട്ടി കൊണ്ട് വണ്ടിയിലേക്ക് കയറിക്കോ, ഹോസ്പിറ്റലിൽ കാണിക്കാം. എറിക്ക് പറഞ്ഞു കേട്ട് അവർ തല കുലുക്കി. അയ്യോ, എൻ്റെ മോൾക്ക് എന്താ? എറിക്കിൻ്റെ തോളിൽ കിടന്നു വരുന്ന ദച്ചുവിനെ കണ്ട് ആലിസും ലക്ഷ്മിയും ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവർ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ദച്ചു ഇല്ലാതെ വീട്ടിൽ പോകില്ലെന്നും പറഞ്ഞ് അവിടെ ഇരുന്നതാണ്. ഓ, എനിക്കൊന്നുമില്ലമ്മ, നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കരയാതെ. ദച്ചു അവൻ്റെ തോളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു കേട്ട് അവർ നെഞ്ചിൽ കൈവച്ചു. മോളെ. എറിക്ക് അവളെ താഴെ നിർത്തിയതും ശ്രീ ദച്ചുവിനെ ഇറക്കപ്പോണായിരുന്നു. കൂടെ ദേവനും. അവളൊരു ചിരിയോടെ 2 പേരെയും ചേർത്ത് പിടിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല ദേവേട്ടാ, ശ്രീയേട്ടാ, ഞാൻ നിങ്ങളുടെ മുന്നിൽ പന പോലെ നിൽക്കുന്നില്ലേ? ദച്ചു ചിരിയോടെ പറഞ്ഞു കേട്ട് ദേവൻ അവളെ നെറ്റിയിൽ അമർത്തിയൊന്ന് ചുംബിച്ചു. പുറകെ ശ്രീയും. പിന്നെ തരകനും മാധവനും ആലിസും ലക്ഷ്മിയും മാറി മാറി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ചു. അയ്യേ, ഇനി എൻ്റെ ഈ മുഖം എന്തിനു കൊള്ളാം? എല്ലാവരും ഉമ്മ തന്ന് എൻ്റെ മുഖം മുഴുവൻ തുപ്പലാക്കി. ദച്ചു കളിയോടെ പറഞ്ഞുകൊണ്ട് ആ ഹോസ്പിറ്റൽ റൂമിലേക്ക് ബെഡിലേക്കിരുന്നു. എവിടെ? ഇനി 2 പേര് കൂടെ ഉണ്ടല്ലോ. ആര്യേട്ടനും ജോയും എവിടെ? ദച്ചു സംശയത്തോടെ ശ്രീയെ നോക്കി. അവരെ അറിയിച്ചില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ശ്രീ പറഞ്ഞു കേട്ട് ദച്ചു തല കുലുക്കി. നന്നായി, 2 പേരുടെ ഉമ്മ കുറഞ്ഞല്ലോ. അവളൊന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും എറിക്ക് ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിരുന്നു. ആ സമയം തന്നെ കോശി ആ റൂമിലേക്ക് അനുവാദം ചോദിച്ചു വന്നു. കൂടെ സണ്ണിയും. സാർ, ആ കുട്ടി, ആൾക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും ഇല്ലെന്നും ഒരു ഓർഫനേജിലാണ് വളർന്നതെന്ന്. 19 വയസ്സായപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു. അപ്പോഴേക്കും കൊച്ചിന് ഒരു തുണിക്കടയിൽ ജോലിയൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഒരുത്തനുമായി പ്രണയത്തിലാകുന്നത്.
പക്ഷെ ആൾ ചതിക്കുവരെന്ന് അറിഞ്ഞില്ല. ജോലി കളഞ്ഞിട്ടാണ് അവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയത്. ഇപ്പോൾ ആ പെണ്ണ് വഴിയാധാരമായെന്ന് പറഞ്ഞാൽ മതി. കളഞ്ഞ ജോലി ഇനി കിട്ടില്ലെന്ന്, പോകാൻ ഒരിടമില്ലെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് ആളിവിടെ. കോശി പറയുന്നതെല്ലാം എനിക്ക് ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. അയ്യോ പാവം, നമുക്ക് ആ ചേച്ചി വീട്ടിലേക്ക് കൊണ്ടുപോയാലോ ഇച്ചാ? ആരുമില്ലാതെ എങ്ങനെ റോഡിൽ കളയും? എനിക്കെന്തോ അതിനെ കണ്ടിട്ട് പാവം പോലെ തോന്നുന്നു. തെച്ചു പറയുന്ന കേട്ട് എല്ലാവരും കാര്യം അറിയാതെ അവളെ നോക്കുന്നുണ്ട്. എന്തൊക്കെ തെച്ചിട്ടാ നീ പറയുന്നത്? ആരാണെന്ന് പോലും അറിയാത്ത ഒരാളെ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ കയറി താമസിപ്പിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ആ കുട്ടി പറഞ്ഞതെല്ലാം സത്യമാണ് നമുക്ക് എങ്ങനെ അറിയാം? ദേവൻ അവളെ തലയിലൊന്ന് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. കുറച്ച് ദിവസം നിർത്തി നോക്കാം ദേവേട്ടാ. എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നും പറഞ്ഞു വിടാലോ. എനിക്കെന്തോ ആ ചേച്ചിയെ കണ്ടിട്ട് പാവം പോലെ തോന്നുന്നു. എന്നെപ്പോലെ ആ ചേച്ചിയും ഒരു പെൺകുട്ടിയല്ലേ? ഇന്ന് സംഭവിച്ചതുപോലെ എന്തെങ്കിലും ആ ചേച്ചിക്ക് പറ്റിയാൽ പിന്നെ എനിക്കൊരു സമാധാനം കാണില്ല. പ്ലീസ് എല്ലാവരും ഇതിന് സമ്മതിക്കോ? ദച്ചു എല്ലാവരുടെയും മുഖത്ത് മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പോൾ അവർ എല്ലാവരുടെയും നോട്ടം ഏറിക്കലായി. അവൻ്റെ തീരുമാനം എന്തെന്നതുപോലെ. അങ്ങനെ ഒരാളെ വീട്ടിൽ ചുമ്മാ നിർത്താനൊന്നും പറ്റില്ല. തീർത്തും ഗൗരവത്തോടെ ഇറക്കി പറയുന്ന കേട്ടും ദച്ചു വീർത്ത മുഖത്തോടെ അവനെ നോക്കി. പാവ അലീച്ച, ചുമ്മാ നിർത്തണ്ട, നമുക്ക് വീട്ടിൽ ജോലിക്ക് നിർത്താം. ആ ചേച്ചിയോട് ചോദിച്ച് സമ്മതമാണെങ്കിൽ മതി. ദച്ചു പറഞ്ഞുകൊണ്ട് അവനെ പ്രതീക്ഷയോടെ നോക്കി. അത് കണ്ട് ഇറക്കൊന്നും മോളി. എന്നാൽ ഞാൻ പോയി ആ ചേച്ചിയെ കണ്ടിട്ട് വരാം. ഇത് പോയി പറയാം. തെച്ചി ചിരിയോടെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. നീ അവിടെ അടങ്ങിയിരുന്നേ ദക്ഷ, ഞാൻ പാർവതി വിളിച്ചിട്ടുണ്ട്. അവളിപ്പോൾ നിന്റെ മുറിവ് ഡ്രസ് ചെയ്യാൻ വരും. അത് കഴിഞ്ഞ് എവിടെയാണെങ്കിലും പോയാൽ മതി. എറിക്ക് അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടും ദച്ചു കുറുമ്പോടെ ദേവന്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടതുപോലെ ദേവൻ അവളെ നോക്കിയെന്ന് കണ്ണൊട്ടി പേടിപ്പിച്ചു. നിങ്ങൾ ആ കുട്ടിയുടെ അടുത്തേക്ക് പോയിക്കോളൂ, ഇത് കഴിഞ്ഞ് ഞാൻ അവിടേക്ക് വരാം. തന്നെ നോക്കി നിൽക്കുന്ന കോശിയോടും സണ്ണിയോടും എറിക്ക് പറഞ്ഞതും അവർ അവനൊരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് തിരികെ ഇറങ്ങി. ആ സമയം തന്നെയാണ് പാർവതി അകത്തേക്ക് കയറി വന്നത്. ഇപ്പോൾ രണ്ടാൾക്കും എങ്ങനെയുണ്ട് മാഡം? കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പാർവതി എല്ലാവരെയും നോക്കി നേർമയിലൊന്ന് ചിരിച്ചുകൊണ്ട് ബെഡിലിരിക്കുന്ന ആലീസിനെയും ലക്ഷ്മിയെയും നോക്കി ചോദിച്ചു. ഏയ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. ദേ, ഈ പെണ്ണിനെ ഡ്രസ് ചെയ്തേക്ക്, എന്നിട്ട് വേണം വീട്ടിലേക്കൊന്ന് പോകാൻ. ആലീസ് ഹോസ്പിറ്റലിന് ചുറ്റും നോക്കി വല്ലായ്മയോടെ പറഞ്ഞു. ആലീസിന് ഹോസ്പിറ്റൽ മണം അങ്ങനെയൊന്നും പിടിക്കില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള വരവും കുറവാണ്. ആലീസ് പറഞ്ഞു കേട്ടും പാർവതി ഒരു ചിരിയോടെ ദച്ചുവിൻ്റെ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എങ്ങനെയുണ്ട് ദച്ചുട്ടാ? വേദനയുണ്ടോ? ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം പാർവതി സ്നേഹത്തോടെ അവളോട് ചോദിച്ചു. ഇല്ല ചേച്ചി, അങ്ങനെ വേദനയൊന്നുമില്ല. ദച്ചു ചിരിയോടെ പറഞ്ഞു കഴിഞ്ഞതും പാർവതി അവളുടെ കവളിൽ മേലിൽ നിന്ന് തട്ടിക്കൊണ്ട് അവരോട് തല കുലുക്കി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. മോളുടെ വീട്ടിലേക്ക് ഞങ്ങൾ നാളെ ഇന്നും വരും കേട്ടോ. മോളുടെ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. താരകം പറഞ്ഞു കേട്ടതും ദേവൻ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റി ദച്ചുവിൻ്റെ അടുത്ത് വന്നിരുന്നു. അയാളുടെ സംസാരം കേട്ടതും പാർവതി എന്തെന്നതുപോലെ എറിക്കിനോട് കണ്ണ് കാണിച്ചു. അവനത് കാണാത്തതുപോലെ അവളുടെ മുഖം തിരിച്ചു. അത് മനഃപൂർവ്വമാണെന്ന് കണ്ട് പാർവതി തരകനെ നോക്കി സംശയത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. പാവം, നമ്മൾ എന്തിനാ വീട്ടിലേക്ക് പോകുന്നതെന്ന് ഓർത്ത് ചേച്ചി വെറുതെ ടെൻഷനാകും. പാർവതി പോന്ന് നോക്കി ദച്ചു പറഞ്ഞു കേട്ടും എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും മിണ്ടിയില്ല. മമ്മയ്ക്കും ലച്ചുമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് തിരിക്കാമോ? എറിക്ക് അവരോട് രണ്ടുപേരോടും ചോദിച്ചു കേട്ടും അവർ ഉത്സാഹത്തോടെ എഴുന്നേറ്റു. ദച്ചുവിനെ കണ്ടപ്പോൾ മുതൽ അവിടെ വല്ലായ്മയെല്ലാം മാറിയിരുന്നു. നമുക്ക് ആ ചേച്ചിയുടെ അടുത്ത് പോയി അവനെ കൂട്ടിക്കൊണ്ട് പോകാൻ വെച്ചാ. ദച്ചു കണ്ണു വിടർത്തി പറഞ്ഞു കേട്ട് അവനൊന്ന് മൂളിക്കൊണ്ട് നടന്നു. ദച്ചുവിനെ ദേവനും ശ്രീയും തോളിലൂടെ കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ചേച്ചിയൊന്നും പറഞ്ഞില്ലല്ലോ. ദച്ചു പറഞ്ഞു കേട്ട് അവളെ പകപ്പോടെ നോക്കിയിരിക്കുന്ന ആ പെൺകുട്ടിയെ സംശയത്തോടെ ദച്ചു ഒന്ന് നോക്കി. അല്ല, നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട്, അവൾ അടഞ്ഞു പോയ ശബ്ദത്തിൽ പറഞ്ഞു. മുഖത്തു നിന്നും ഇപ്പോഴും അവളെ പേടി മാറിയിട്ടില്ലെന്ന് ദച്ചുവിന് തോന്നി. അല്ലെങ്കിലും പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ കുറച്ച് മുൻപേ സംഭവിച്ചത്. അത് ഓർത്തുകൊണ്ട് അവളൊരു ദീർഘശ്വാസം എടുത്തു. ഞാൻ പറഞ്ഞ ചേച്ചി ഫുള്ളായിട്ട് കേട്ടില്ലേ? അങ്ങനെ വെറുതെ ഞങ്ങൾ കൊണ്ടുപോവുകയല്ല. അവിടെ അടുക്കളയിൽ തൽക്കാലത്തേക്ക് ഒരു വേക്കൻസി തരാം. പിന്നെ സമയം പോലെ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം. അപ്പം ചേച്ചിക്ക് വേണമെങ്കിൽ ഹോസ്റ്റലിലേക്ക് മാറാലോ. അതുവരെ എന്തെങ്കിലും നിൽക്കാമല്ലോ. ബാക്കിയൊക്കെ ഇനി ചേച്ചിയുടെ ഇഷ്ടം പോലെ. തെച്ചു പറഞ്ഞുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. എനിക്ക് സമ്മതം, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ചേച്ചിയുടെ പേരെന്താ? അത് കേട്ട് തെച്ചു തല കുലുക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ പേര് രേവതി, അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ആഹാ, നല്ല പേരാണല്ലോ. എന്നാൽ പിന്നെ ഞാൻ രേവു എന്ന് വിളിക്കാം. എങ്ങനെയുണ്ട്, കൊള്ളാവോ? സന്തോഷത്തോടെ തന്നോട് ചോദിക്കുന്ന ദച്ചുവിനെ നോക്കി രേവതി തല കുലുക്കി. ആദ്യമായിട്ട് വരിക്കല്ലേ? എന്തായാലും ചേച്ചി വലതുകൾ വെച്ച് കയറിക്കോ. ഇനിയിപ്പോൾ ആചാരങ്ങളൊന്നും തിരികെ നിൽക്കണ്ട. തങ്ങളുടെ വീട് കണ്ട് ആകെ ഞെട്ടി നിൽക്കുന്ന രേവതി എന്നത് കുലുക്കിക്കൊണ്ട് ദച്ചു പറഞ്ഞു കേട്ട് അവൾ വീണ്ടും ഞെട്ടി. എന്താ ദച്ചു ഇത്? നീ ആ കുട്ടി ഇങ്ങനെ പേടിപ്പിക്കാതെ
ലക്ഷ്മി പറഞ്ഞിട്ട് രേവതി എന്ന് നോക്കി ചിരിച്ചു. രേവതി അകത്തേക്ക് വരൂ. ലക്ഷ്മി വിളിച്ച കേട്ട് അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി. ഇന്നിനിപ്പോൾ എന്തായാലും ഞാൻ ഓഫീസിൽ വരുന്നില്ല. അവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. ഗൗരവത്തോടെ കോശിയോട് പറഞ്ഞിട്ട് എറിക്ക് അകത്തേക്ക് നടന്നു. അവനകത്ത് എത്തുമ്പോൾ എല്ലാവരും ഹാളിൽ ഇരിക്കുന്നുണ്ട്. പേടിച്ചോ? എറിക്ക് എല്ലാവരോടും ചിരിയോടെ സംസാരിക്കുന്ന തെച്ചുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്ന് അവളെ കവിളൊന്ന് തഴുകിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഒട്ടുമില്ല ഇച്ച. എനിക്കറിയാലോ ഇച്ച വരുമെന്ന്. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. ദച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കുസൃതിയോടെ പറഞ്ഞു കേട്ട് എറിക്കൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളുടെ തലയിൽ നിന്ന് തലോടി. അവിടെ നടന്നതും തന്നോട് ആരോ ഫോണിൽ സംസാരിച്ചതുമെല്ലാം വള്ളിപ്പുള്ളി തെറ്റാതെ തെച്ചു എല്ലായിടം മുന്നിലും പറഞ്ഞു കൊടുത്തു. അത് കേട്ട് എറിക്കിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. പിന്നെ ഒന്ന് കണ്ണടച്ചുകൊണ്ട് അവൻ കുറച്ചു നേരം ഇരുന്നു. ഞാൻ എല്ലാവർക്കും ചായ എടുക്കാം. അടുക്കള എവിടെയാണെന്ന് കാണിച്ചു തന്നാൽ മതി. എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ രേവതി പറഞ്ഞു. ഏയ് ഇന്നിപ്പോൾ തൽക്കാലം രേവതി റെസ്റ്റ് എടുത്തു. അതും പറഞ്ഞ് ലക്ഷ്മി അകത്തേക്ക് വിളിച്ച് ജ്യൂസ് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞതും അവിടെ അകത്തു നിന്നും ഒരു സെർവൻ്റ് അവർക്ക് കുടിക്കാനുള്ള ജ്യൂസുമായിട്ട് വന്നു. ഓഹോ, ഇപ്പോഴൊരാശ്വാസമായത്. ജ്യൂസ് ഒറ്റയടിക്ക് കുടിച്ച് തീർത്തുകൊണ്ട് തെച്ചു പറഞ്ഞു കേട്ടും എനിക്ക് താൻ കുടിച്ച് ബാക്കി ജ്യൂസ് അവളെ ചുണ്ടിലേക്ക് മുട്ടിച്ചു കൊടുത്തു. എതിർപ്പൊന്നും കാണിക്കാതെ തെച്ചു അത് കുടിച്ചുകൊണ്ട് അവനെ നോക്കിയെന്ന് ചിരിച്ചു. കാറ്റുപോലെ എന്തോ ഓടി വന്ന തെച്ചുവിനെ എറിക്കിൻ്റെ അടുത്തുനിന്നും വലിച്ചെടുത്തുകൊണ്ട് ആഞ്ഞു പുണർന്നു. പിന്നിൽ നിന്നും അടുത്തയാളും. ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും അതാരാണെന്ന് അറിഞ്ഞതുപോലെ അവളൊന്ന് ചിരിച്ചു. തെച്ചുട്ടാ, നിനക്ക് എന്തെങ്കിലും പറ്റുമോ? ഇപ്പോൾ ശ്രീയേട്ടനെ കാണാതെ വിളിച്ച് നോക്കിയപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഞങ്ങളുടെ മാത്രം ആരും ഒന്നും പറഞ്ഞില്ല. കേട്ടപ്പോൾ ചങ്ക് തകർന്നു പോയി. ജോ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു. മതി, ഇനി ഞാൻ എൻ്റെ കുഞ്ഞിൽ നിന്ന് കാണട്ടെ. ജോയിൽ നിന്നും അവളെ അടർത്തി മാറ്റിക്കൊണ്ട് ആര്യൻ പറഞ്ഞു കേൾക്കെ ജോ അവനെ നിന്ന് കൂർപ്പിച്ചു നോക്കി. ആര്യേട്ടൻ ഇപ്പോൾ എന്താ വേണ്ടത്? ഞാൻ ഇവളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണാൻ വയ്യേ. എന്തായാലും ഞാൻ സംസാരിച്ചിട്ട് ആര്യേട്ട് സംസാരിച്ചാൽ മതി. ജോ വാശിയോടെ പറഞ്ഞു കേട്ടതും ആര്യനൽപ്പം ദേഷ്യത്തിൽ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നിന്നെപ്പോലെ തന്നെ വിവരം അറിഞ്ഞപ്പോൾ മുതൽ ഞാനും മുള്ളിൽ മേൽ നിൽക്കുകയായിരുന്നു. ആര്യൻ പറഞ്ഞുകൊണ്ട് ദച്ചുവിന് തനിക്ക് നേരെ തിരിച്ചു നിർത്തി. ഒന്നും പറ്റിയില്ലല്ലോ അല്ലടാ? അല്ലാതെ ഞങ്ങളെ വിഷമിപ്പിക്കാൻ പറയുന്നൊന്നും അല്ലല്ലോ. ആര്യൻ്റെ കണ്ണ് ചുവന്ന് നിറഞ്ഞു വന്നിരുന്നു. എനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല ആര്യേട്ടാ. ദേ, നിങ്ങളുടെ മുന്നിൽ ഞാൻ പന പോലെയല്ലേ നിൽക്കുന്നേ. അല്ലെങ്കിൽ തന്നെ ഇച്ചയുള്ളിടത്തോളം കാലം എനിക്കെന്ത് പറ്റാനാണ്? കൂട്ടിന് നിങ്ങളെല്ലാവരും ഇല്ലേ? പാവം, എന്നെ പിടിച്ചുകൊണ്ട് പോയവരുടെ വിധി. അല്ലാതെ എന്തു പറയാനാ? ആരിനെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് ദച്ചു കുസൃതിയോടെ പറഞ്ഞു. അവന്മാരെയൊന്നും ജീവനോടെ വിടരുതായിരുന്നു ഇച്ച. എൻ്റെ ദച്ചുവിനെ എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് അവന്മാർ കൊണ്ടുപോയത്? ജോയ്ക്ക് ദേഷ്യം തോന്നി. ആ, ഇതിലും ഭേദം അവരെ മണ്ണിട്ട് മൂടുന്നതായിരുന്നു. അമ്മാതിരി അടിയല്ലേ ഇച്ചൻ അവർക്കിട്ട് കൊടുത്തത്. ജീവൻ തിരിച്ചു കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ദച്ചു ദീർഘശ്വാസത്തോടെ പറഞ്ഞു കേട്ടതും എല്ലാവരുടെ മുഖം ഒന്ന് തെളിഞ്ഞു. അല്ലെങ്കിലും അവർക്ക് അങ്ങനെ തന്നെ വേണം. ജോയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. അവൻ ദച്ചുവിനെയും ചേർത്ത് പിടിച്ചു. ഇവിടെ വയൽ നോക്കിയിരിക്കാതെ താൻ രേവതിക്ക് റൂം കാണിച്ചു കൊടുക്ക്. എന്തായാലും ഇന്നൊരു ദിവസം ആ കുട്ടി റെസ്റ്റ് എടുത്തോട്ടെ. അല്ലാതെ ഇതുങ്ങളുടെ കോപ്രായം കണ്ടുകൊണ്ട് നിന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. ജോ ദച്ചുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നോക്കി മാധവൻ ചിരിയോടെ പറഞ്ഞു കേട്ടും ജോ അയാളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. എന്താണ് നിനക്ക്? എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ജോയുടെ നോട്ടം കണ്ടതും ഗൗരവത്തോടെ മാധവൻ ചോദിച്ചു. എനിക്കോ? ഏയ്, എനിക്കെന്ത് പറയാൻ? ഒന്നുമില്ല. ജോ അയാളെ നോക്കി നന്നായി ഇന്ന് ചിരിച്ച് കാണിച്ചു. എന്തായാലും രേവതി വരാൻ നോക്ക്. ലക്ഷ്മി ചിരിയോടെ എഴുന്നേറ്റുകൊണ്ട് രേവതിയെ വിളിച്ചു. അവൾ തല കുലുക്കിക്കൊണ്ട് ലക്ഷ്മിയുടെ കൂടെ താഴത്തെ ഒരു റൂമിലേക്ക് നടന്നു. ഈ റൂം ഇനി മുതൽ രേവതി ഉപയോഗിച്ചു. തൽക്കാലം ഒന്ന് ഫ്രഷ് ആയിക്കോ. ഞാൻ എൻ്റെ ഒരു സാരി തരാം. ബ്ലൗസ് തനിക്ക് പാകമാകുമെന്ന് തോന്നുന്നു. രേവതി എന്ന് നോക്കിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു കേട്ടതും അവൾ തല കുലുക്കി. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവരോട് പറഞ്ഞ് വാങ്ങിക്കാം. ഇന്നിപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ. രേവതി ഫ്രഷ് ആകാൻ കയറിക്കോ. ഞാൻ ഡ്രസ്സ് ബെഡിൽ വച്ചേക്കാം. ലക്ഷ്മി പറഞ്ഞു കേട്ട് അവൾ ചെറുതായി ഇന്ന് പുഞ്ചിരിച്ചു. കുളിയെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയതും ലക്ഷ്മി പറഞ്ഞതുപോലെ രേവതിക്കുള്ള സാരിയും ബ്ലൗസും ആ ബെഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടോ രേവതിയുടെ കണ്ണ് നിറഞ്ഞു.